ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും രുചികരവുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക പൊരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം അളവിലാണ് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ കഴുകി അതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയതിന് ശേഷം ഈ ഒരു അളവിൽ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരുപാട് ചെറുതാക്കാൻ വേണ്ടി നിൽക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് വലിയ പീസ് നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മുടെ വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു 2-3 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടി ചേർക്കുകയാണ്. വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് ഈ സമയത്ത് മീഡിയത്തിൽ വെച്ചിരിക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും വെണ്ടയ്ക്കയിൽ എന്ത് തോരനോ അല്ലാന്നുണ്ടെങ്കിൽ കറികളോ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിലുള്ള ആ സ്റ്റിക്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരു വഴുവഴുപ്പുണ്ടല്ലോ നമ്മുടെ വെണ്ടയ്ക്കയ്ക്ക്, അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ആദ്യം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്റ്റിക്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടും. ഇപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെണ്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തേക്കണം. ഇതുപോലെ വളരെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേറെ ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുകയാണ്. നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മസാല കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരല്പം തേങ്ങാക്കൊത്താണ്. ഈ ഒരു അളവിൽ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. വളരെ കുറച്ച് മാത്രം മതിയാവും. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടി ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 5 വറ്റൽമുളക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 5 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് മാത്രം ക്രഷ് ആയാൽ മതിയാവും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ലാസ്റ്റിൽ ചേർത്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. വീണ്ടും അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ സവാളയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2-3 വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ വറ്റൽമുളകും ചേർത്തിട്ട് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളിതാ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാലക്കൂട്ടും കൂടി ചേർക്കുകയാണ്.
മസാലക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു ഉപ്പ് ഈ ഒരു മസാലക്കൂട്ടിന് തികയില്ല. അപ്പോൾ ഇതിന് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ തേങ്ങാക്കുത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ പൊരികൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു പച്ച മണമെല്ലാം മാറിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളിതിട്ട് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചോറിൻ്റെ കൂടെയും തൈര് സാധത്തിൻ്റെ കൂടെയും സാമ്പാർ സാധത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒരു വെണ്ടയ്ക്ക പൊരിയൽ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.